കാണിച്ചു കൊടുക്കണ വളയാന് എന്നെ കാത്ത് കഥന്നാലും അവള് പോവല്ലോ. നോക്കിക്കോ, അവളോട് ഞാൻ മിണ്ടല്ല. ഏതാ ഓഹോ, അപ്പൊ താനാണല്ലേ അവനെ. അപ്പൊ എന്റെ കസിനെ ഇതേപോലെ റാഗ് ചെയ്തു ഞാൻ കേട്ട്. അന്ന് തൊട്ട് ഞാൻ നിന്നെ തരയാൻ തുടങ്ങിയതാ. അതിന് താനേതോ? എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ റാഗ് ചെയ്യൂ. ആഹാ, അങ്ങനെ ഇഷ്ടമുള്ളവർ റാഗ് ചെയ്യാനൊന്നും പറ്റൂല. നീ റാഗ് ചെയ്തത് എന്റെ കസിനെയാ, അതുകൊണ്ട് അത് ചോദിക്കാനുള്ള റൈറ്റും എനിക്കുണ്ട്. ഇത് തന്റെ ആരുമല്ലല്ലോ, പിന്നെ താൻ എന്തിനാ ചോദിക്കാവുന്നേ? എനിക്ക് ഇതിനൊന്നും മറുപടി പറയാൻ വയ്യ. ഇനി താനെങ്ങാനും ആരെങ്കിലും റാഗ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ താൻ എന്ത് ചെയ്യും? അങ്ങനെങ്ങാനും ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ കോളേജിലേക്ക് കാല് കുത്തില്ല. നിന്റെ 2-3 ടീംസ് ഉണ്ടല്ലോ, അവരോടുകൂടി പോയി പറഞ്ഞേക്ക്. ഓ, വല്ലാണ്ട് മുട്ടാൻ നിൽക്കണ്ട. ഇനി എങ്ങാനും കോളേജിൽ നിന്ന് എങ്ങാനും പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ സീറ്റും കിട്ടില്ല. തൽക്കാലം ഞാൻ പോകുന്നു. അവൻ പോയോ? എന്തായാലും അവനോട് താങ്ക്സ് പറയാം. പിന്നെ ഇവിടെ ഉള്ളവനെ കാണാനല്ലോ, അവന് പോയോ? എന്നാലൊരു താങ്ക്സ് പറയണ്ടായിരുന്നു. റീനു, ദുഷ്ടത്തി, എന്താടി നീ എന്തെങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നേ? അയ്യോ, നിനക്കൊന്ന് അറിഞ്ഞൂടെ? അത് പിന്നീട് ഞാനത് പറയാൻ വരുമായിരുന്നു. ഞാൻ നിന്നെ എത്ര വെയിറ്റ് ആക്കിയെന്നറിയോ രാജ്യദ്രോഹി. നീ ഒന്നും പറയണ്ട. എടി നിക്കടി, ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ട മീനു, നിന്നോട് ഞാൻ മിണ്ടുന്ന പ്രശ്നമല്ലേ നീ. ഈ ചേട്ടനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. എടി നിക്കടി. എടി ഞാൻ പറയുന്ന എന്താണെങ്കിലും കേക്കടി. ഓ ശരി, എന്നാ എന്താന്ന് പറയാങ്ങോട്ടെ. അത് പിന്നെ ഇന്നലെ നമ്മൾ ഹോട്ടലിൽ കയറി ചായ ഒക്കെ കുടിച്ചിട്ടല്ലേ കോളേജിലേക്ക് വന്നേ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയില്ലേ, അത് ചേട്ടൻ അറിഞ്ഞ്. അയ്യോ, എന്നിട്ടെന്താ ചേട്ടൻ പറഞ്ഞ് ഇനി അവളുടെ കൂടെ പോണ്ട, ഞാൻ കൊണ്ടാക്കി തരാന്ന്. ചേട്ടൻ പറഞ്ഞ് ഇനി എന്നും നിന്നെ ഞാനാണ് കോളേജിൽ കൊണ്ടാക്കുന്നത്. നിങ്ങൾ 2 പേരും പോയാൽ പിന്നെ കോളേജിലേക്ക് ലേറ്റ് ആയിട്ട് എത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ എന്നും ഡ്രോപ്പ് ചെയ്യാന്ന്. ഓ, അവനോട് ആരും ഇതൊക്കെ പറഞ്ഞത്? എനിക്കറിഞ്ഞൂടാ. എന്തായാലും എന്നോട് ശത്രുതല്ല ആരുമാണ് അവനോട് പോയി പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിനക്ക് അറിഞ്ഞൂടാ, ഞാൻ ചേട്ടനെ കാല് പിടിച്ച് പറഞ്ഞതാ. അവൾ ഒറ്റക്കാർക്ക് അവളോടൊന്ന് പറയെങ്കിലും ചെയ്യട്ടെ. ചേട്ടന് ഒട്ടും സമ്മതിക്കുന്നല്ലായിരുന്നടി, അതുകൊണ്ടാ. ശരി, ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ച്. എന്നാ വാ, നമുക്ക് ഇന്ന് ലേറ്റ് ആക്കണ്ട, നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോവാം. ഓ, ഇനിയും 15 മിനിറ്റ് ഉണ്ട്. ഇപ്പൊ തന്നെ ക്ലാസ് പോയിരുന്നിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടേക്ക് നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ് ആവുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ കയറാം. ശരി. മീനു, ചേട്ടാ, മീനു, നിനക്ക് ഇന്നലെ കിട്ടിയൊന്ന് പോരെ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു ക്ലാസ്സിലേക്ക് ഇങ്ങനെ ലേറ്റ് ആയി പോകരുതെന്ന്. അതിനെങ്ങനെയാ ഫ്രണ്ട്സ് ഒക്കെ നന്നാവണ്ടേ? ചേട്ടാ കുറെ നേരമായിട്ട് റീനുവിനെ ഇങ്ങനെ കുറ്റം പറയുന്നേ. പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നതിന് കാരണേ അവളല്ല. അവൾ എന്നോട് പറഞ്ഞത് നമുക്ക് ക്ലാസ്സിൽ പോവാന്ന്. ഞാനാ പറഞ്ഞ അവളോട് ഇവിടെ നിൽക്കാന്ന്. കുറെ ദിവസം ഞാൻ സഹിക്കുന്നു, എപ്പോഴും അവളങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും. എടി വേണ്ടടി, നിർത്ത്. വാ റീനു, നമുക്ക് ക്ലാസ്സിൽ പോവാ. നീ വീട്ടിലോട്ട് വാ, ഞാൻ കാണിച്ചു തരാം നിന്നെ.